മറ്റൊരു പ്രതികരണം നടത്തിയെന്താ? ആദിവാസി ക്ഷേമ മന്ത്രി ഉന്നത കുല ജാതീയനാവണം. നവോത്ഥാന കാലം മുതൽ ശ്രീനാരായണ ഗുരു അടക്കമുള്ളവർ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ ജാതി വിവേചനം അവസാനിപ്പിച്ചുവെന്ന് മാത്രമല്ല, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭരണത്തിലെത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടാക്കി. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആദിവാസികളോ പിന്നോക്കക്കാരോ മന്ത്രിസ്ഥാനത്തെത്താൻ പാടില്ല, അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിലെത്താൻ പാടില്ല. ഇത് പഴയ ജമ്മി വ്യവസ്ഥയുടെ തമ്പുരാൻ്റെ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത മേധാവിത്വ മനോഭാവമാണ്. അതുകൊണ്ട് ഈ രണ്ട് മന്ത്രിമാരും ഇന്നിപ്പോൾ കേരളത്തിനൊരു പൊതുശല്യമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതാണ് സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും ഐക്യകണ്ഠേനയായിരുന്നു നടന്നത്. മാധ്യമപ്രതിനിധികൾ ചില റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, അതവരുടെ അവകാശമാണ്. പക്ഷേ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾക്ക് ഒന്നും സ്ഥാനമുണ്ടായില്ല സമ്മേളനത്തിൽ എന്നുള്ളതാണ് സത്യം.